ഹലോ മക്കളെ, സ്റ്റഡി ടൈം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം കുട്ടികളെല്ലാവരും കാണുമ്പോൾ തന്നെ ഉമ്മയായാലും ഉപ്പയായാലും ആരാണ്, അമ്മയായാലും അച്ഛനായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ്സ് പറഞ്ഞു തരാവേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം യൂണിറ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ 1ാം യൂണിറ്റാണ്, യൂണിറ്റ് 1. എന്താണ് യൂണിറ്റിൻ്റെ പേര്? ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട് എന്നാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കൾക്ക്? ഹോണിൻ്റെ ഒരു പേരായിട്ടാണ് കേട്ടോ ഇത് ഈ കഥയിൽ പറയുന്നത്. ഹോണാണ്. ബസ്സിൻ്റെ ഹോണിന് ഹോങ്ക് എന്നും കാറിൻ്റെ ഹോണിന് ടൂട്ട് എന്നുമാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ എന്താ കാണുന്നത്? വലിയൊരു ബസ് ഒരു ഭാഗത്ത് നിന്നും ചെറിയൊരു കാറ് ഒരു ഭാഗത്ത് നിന്നും പോകുന്നുണ്ട് അല്ലേ, റോഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ഓരോ പേജുകളിലായിട്ട് നോക്കിയാലോ. അപ്പം നെക്സ്റ്റ് പേജിൽ എന്താ നോക്കേ. അടുത്ത പേജിൽ എന്താ മക്കൾ കാണുന്നത്? ഒരു ബസ് വരുന്നതാണ് അല്ലേ. ബസ് സ്പീഡിൽ വരുന്നുണ്ട്. ഈ ബസ്സിൻ്റെ കഥ എന്താ നോക്കിയാലോ. ദിസ് ഈസ് എ ബസ്. ഇതെന്താണ്? ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ഇത് ഏത് കളറിലുള്ള ബസ്സാണ്? ബ്ലൂ. എ ബ്ലൂ ബസ്. എന്തുകൊണ്ടാണ് ആ ബസ്സിൻ്റെ അതേ കളറ് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്? ബ്ലൂ എന്നുള്ള സ്ഥലത്ത് അതേ കളർ തന്നെയാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? നീല. അപ്പോൾ ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. അപ്പോൾ മക്കൾ ഇതിൽ പഠിക്കേണ്ടത്, ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ബസ്സിന് ബ്ലൂ കളറാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെന്താ പറയുന്നത്? ദ ബസ് ഈസ് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. ബിഗ് എഴുതിയത് കണ്ടോ? ഉമ്മമാരോ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കൂ കേട്ടോ. ബിഗ് എഴുതിയത് കണ്ടോ? വലുതായിട്ടല്ലേ എഴുതിയിട്ടുള്ളത്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. അപ്പോൾ ദ ബസ് ഈസ് ബിഗ്. എന്താ പറഞ്ഞത്? ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ഇത് നീല കളറുള്ള ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. ഇത് വലിയ ബസ്സാകുന്നു അല്ലേ. പിന്നെന്താ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? അപ്പം നമ്മളിപ്പം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്താണ് ബസ്സിൻ്റെ കളറ്? പറഞ്ഞേ. ബ്ലൂ. അതെ, ബ്ലൂ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ നോക്കേ. ഒരു കാറാണ് അല്ലേ പേജിൽ കാണിക്കുന്നത്. ഒരു ചെറിയ കാറ് അല്ലേ. അപ്പം എന്താ എഴുതിയിരിക്കുന്നത്? ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാകുന്നു. എ റെഡ് കാർ. ഇതിൻ്റെ കളർ എന്താണ്? റെഡ്. റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറാണ് അല്ലേ. അപ്പോൾ അതാ കാറിൻ്റെ അതേ കളർ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്. റെഡ്, RED, റെഡ്. കാറിൻ്റെ അതേ കളർ റെഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ദ കാർ ഈസ് സ്മോൾ. ഈ കാർ എന്താണ്? സ്മോൾ ആണ്, ചെറുതാണ്. സ്മോൾ എന്ന് എഴുതിയിരിക്കുന്നത് ചെറുതാക്കിയിട്ടല്ലേ. കണ്ടോ? ചെറുതാക്കിയിട്ട് സ്മോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. പിന്നെ എന്താ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? നേരത്തെ ചോദിച്ച പോലെ തന്നെ അല്ലേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് കാറിൻ്റെ കളറ്? റെഡ്. ശരിയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് പേജിൽ എന്താ നോക്കാവേ. എന്താണ്? ഒരു ബസ്സാണ് അല്ലേ. ഇതൊരു കഥ പോലെ അങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ അതാ ബസ് ഇങ്ങനെ പാട്ടും പാടി വരികയാണ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. എന്താണ്? ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനൊരു ബസ്സാണ്, ഞാനൊരു ബസ്സാണ്. എൻ്റെ ഹോൺ എങ്ങനെയാണ്? ഹോങ്ക് ഹോങ്ക് ബസ്. ഞാൻ അങ്ങനെ ഹോൺ അടിക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ ബസ് പാടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ താഴെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഏത് കളറുള്ള ബസ്സാണ്? ബ്ലൂ കളറുള്ള ബസ് റോഡിന് മുകളിലൂടെ പോകുന്നു. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. എന്താ പിന്നെ താഴെ തന്ന ക്വസ്റ്റ്യന്? വേർ ഈസ് ദ ബസ് ഗോയിങ്? വേർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വേർ എന്ന് പറഞ്ഞാൽ എവിടെ.
എവിടേക്കാണ് ബസ് പോകുന്നത്? വേർ ഈസ് ദ ബസ് ഗോയിങ്? അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പറയാട്ടോ. നമുക്ക് കഥയിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. കുട്ടികൾ ഉമ്മമാരോടും അമ്മമാരോടൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ എവിടേക്കാണ് ബസ് പോകുന്നത് എന്ന്. നെക്സ്റ്റ് പേജിൽ എന്താ കാണിക്കുന്നത്? കാറും അതുപോലെ തന്നെ പാട്ടും പാടി വരികയാണല്ലേ. എന്താ കാറ് പാടുന്നത്? ഐ ആം എ കാർ, ഐ ആം എ കാർ, ടൂട്ട് ടൂട്ട് കാർ അല്ലേ? എന്താണ്? ഞാനൊരു കാറാണ്, ഞാനൊരു കാറാണ്, ടൂട്ട് ടൂട്ട് കാർ. ഞാൻ ഇതുപോലെ ഹോണുള്ള കാറാണ് അല്ലേ. കാറിൻ്റെ ഹോണിനാണ് ഇതിൽ ടൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ താഴെ എന്താ എഴുതി കാണിച്ചിട്ടുള്ളത്? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഏത് കളറുള്ള കാറാണ്? റെഡ്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റോഡിൻ്റെ മുകളിലൂടെ റെഡ് കാർ പോകുന്നു എന്ന്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നേരത്തെ ചോദിച്ച പോലെ തന്നെ വേർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? എവിടെ. വേർ ഈസ് ദ കാർ ഗോയിങ്? എവിടേക്കാണ് കാറ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? മക്കൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളി കേട്ടോ. നെക്സ്റ്റ് പേജിൽ എന്താണ്? ബസ് പറയാണ് ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഒരു ഹോൺ ഉണ്ട്. ഹോങ്ക് ഹോങ്ക് ഹോൺ. എൻ്റെ ഹോണ് ഹോങ്ക് ഹോങ്ക് ഹോണാണ് എന്ന് പറയാണ് കേട്ടോ ബസ്. അപ്പോൾ താഴെ എന്താ എഴുതി കാണിച്ചിട്ടുള്ളത്? ദ ബസ് ഹാസ് എ ഹോൺ. ഇനി ബസ്സിന് ഒരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട് ഹോങ്ക് ഹോങ്ക്. ബസ്സിൻ്റെ ഹോണിൻ്റെ സൗണ്ട് എന്താണ്? ഹോങ്ക് ഹോങ്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഒരു ഹോൺ മാത്രമാണോ ഉണ്ടാവുക? താഴെ പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ വേറെ പാർട്സുകൾ ഉണ്ടാവുമല്ലോ, അത് മക്കൾക്ക് അറിയെങ്കിൽ പറഞ്ഞോളി കേട്ടോ. മക്കൾക്ക് അറിയുന്ന ഓരോ പാർട്സിൻ്റെ പേര് പറഞ്ഞാൽ മതി. വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ പാർട്സൊക്കെ പറയാൻ പറ്റും. ടയർ, സ്റ്റെയറിങ്, അങ്ങനെ കുറച്ച് സീറ്റ്, അങ്ങനെ ബസ്സിൻ്റെ കുറച്ച് പാർട്സൊക്കെ പറഞ്ഞോളിയേ. പിന്നെന്താ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ എന്താണ്? കാറാണ് അല്ലേ. കാർ എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ് ഉണ്ട്, ലൈറ്റുകളുണ്ട്, വെള്ള കളറുള്ള ലൈറ്റുകളാണ് ഉള്ളത് എന്ന്. ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. പിന്നെ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് എത്ര ലൈറ്റ് ഉണ്ട്? 2 പറഞ്ഞാൽ 2. ദേ ആർ വൈറ്റ്. അത് ഏതാണ് കളറ്? ദേ ആർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ദേ ആർ വൈറ്റ് കളറാണ് അല്ലേ. പിന്നെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കാർ ഹാസ് മെനി പാർട്സ്. കാറിന് ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ. ക്യാൻ യു നെയിം ദം? അതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇതുപോലെ തന്നെ കാറിൻ്റെ പല പാർട്സുകളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പേരറിയെങ്കിൽ പറഞ്ഞു കൊടുക്കൂ കേട്ടോ. പിന്നെന്താണ് നെക്സ്റ്റ് പേജിൽ വരുന്നത്? ബസ് വളരെ സ്പീഡിൽ വരികയാണ്. ഐ റൺ ഫാസ്റ്റ്. ഞാൻ സ്പീഡിലാണ് വരുന്നത് എന്ന് ബസ് പറയാണ് അല്ലേ. എന്നിട്ട് സ്പീഡിൽ വരുന്നേരം അവിടെ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്, ഒരു പോലീസിനെ കാണുന്നുണ്ട് അല്ലേ. പിന്നെന്താ അടുത്ത പേജിൽ പറയുന്നത്? അപ്പോൾ കാറ് തിരിച്ച് പറയാ ഐ റൺ ഫാസ്റ്റ് എന്ന് ബസ് പറഞ്ഞ സമയത്ത് കാറ് തിരിച്ച് പറയാണ് മീ ടു. ഞാനും വളരെ വേഗത്തിലാണ് വരുന്നത് എന്ന്. അപ്പോൾ പോലീസ് ഹേ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ എന്താ എഴുതി കാണിച്ചത്? ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് സ്പീഡിലാണ് വരുന്നത്. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും സ്പീഡിലാണല്ലേ വരുന്നത്. പിന്നെന്താ താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് നല്ലതാണോ മക്കളെ? നല്ലതാണോ? കുട്ടികൾ പറയാം. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? നോ അല്ലേ. അല്ലല്ലോ, നല്ലതല്ലല്ലോ അല്ലേ. ആക്സിഡൻ്റ് ഒക്കെ പറ്റൂലേ. പിന്നെ ബസ്സാണ് അടുത്ത പേജ് കാണിക്കുന്നത്. ഹോങ് ഹോങ് ഹേ കാർ ഗീവ് വേ. ബസ് ഹോൺ അടിച്ചും കൊണ്ട് പറയാണ് ഹേ കാർ ഗീവ് വേ, എനിക്ക് വഴി ഇതാന്ന്. അപ്പം എന്താണ് താഴെ എഴുതി കാണിക്കുന്നത്? സ്റ്റോപ്പ് ഷൗട്ട് ദ പോലീസ് ഓഫീസർ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് പോലീസ് ഓഫീസർ സ്റ്റോപ്പ് പറയാണ് കേട്ടോ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. പക്ഷേ ബസ് നിർത്തുന്നില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തുന്നില്ല കേട്ടോ. പോലീസ് ഓഫീസർ ദേഷ്യത്തിൽ സ്റ്റോപ്പ് പറഞ്ഞിട്ടും 2 വാഹനങ്ങളും നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ സൈഡിലിതാ മൃഗങ്ങളെല്ലാവരും പേടിച്ചിരിക്കുകയാണ് അല്ലേ.
അപ്പോൾ അതാ പോലീസ് സ്റ്റോപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് നിർത്താതെ കാറും പറയാണ് ടൂട്ട് ടൂട്ട്. കാറിൻ്റെ ഹോണാണ് കേട്ടോ ടൂട്ട് ടൂട്ട് എന്ന് പറയുന്നത്. യു മൂവ്, നീ മൂവ് ചെയ്യുമെന്ന് പറയാണ് കാറ് ബസ്സിനോട്. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇങ്ങനെ രണ്ടുപേരും മാറിക്കൊടുക്കാതെന്നാൽ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ നൗ? ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കൂലേ. അടുത്ത പേജിൽ എന്താണ്? ദ ബസ് ആൻഡ് കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും കൂടെ ഹിറ്റ് ചെയ്ത് കൂട്ടി മുട്ടി കേട്ടോ. പിന്നെന്താണ്? ഇതാ കാറ് കണ്ടോ, രണ്ടും കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വേർ ഈസ് ദ പോലീസ് ഓഫീസർ? പോലീസ് ഓഫീസർ എവിടെയാണ്? നിയർ ദ കാർ, നിയർ ദ ബസ്. ബസ്സിൻ്റെയും കാറിൻ്റെ അടുത്താണ് അല്ലേ പോലീസ് ഓഫീസർ ഉള്ളത്. വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ എന്ത് ചെയ്യും? മക്കൾ പറഞ്ഞ് എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ ഇഷ്ടമായിട്ട് ചിലപ്പോൾ അഡ്വൈസ് കൊടുക്കും, ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും, എന്ത് വേണമെങ്കിലും ചെയ്യാല്ലേ. ഔച്ച് മൈ ഹോൺ. അപ്പോൾ ബസ്സിൻ്റെ ഹോണ് നിലത്ത് വീഴും. അപ്പോൾ ബസ് സങ്കടത്തോടെ പറയാണ് ഔച്ച് എന്ന് പറഞ്ഞാൽ ഓ മൈ ഹോൺ, എൻ്റെ ഹോൺ എന്ന് പറയും. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ എന്ത് ചെയ്ത്? താഴെ വീണു അല്ലേ. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും താഴെ വീണിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കാർ എന്ത് പറയാണ്? ഓ മൈ ലൈറ്റ്, എൻ്റെ ലൈറ്റ് പോയല്ലോ എന്ന്, ലൈറ്റ് താഴെ വീണല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബസ് എന്ത് പറയും? അല്ല, ബസ് പറയുന്നതിന് മുന്നായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എന്താണ്? വാട്ട് ഹാപ്പൻഡ് ടു ദ ബസ്? ബസ്സിന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അതാ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ദ ഹോൺ ഫെൽ ഡൗൺ. ഹോണ് താഴെ വീണു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ കാർ? കാറിന് എന്താണ് സംഭവിച്ചത്? അതും ഇതാ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ അല്ലേ. കാറിൻ്റെ ലൈറ്റ് താഴെ വീണിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബസ് പിന്നെന്താ പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ മിസ്റ്റേക്ക് ആണെന്ന് ബസ് പറയാണ് കാറിനോട്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ മിസ്റ്റേക്ക് ആണെന്ന്. കാർ എന്ത് പറയുന്നു? നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നിന്റെ മിസ്റ്റേക്ക് ആണെന്ന് കാർ തിരിച്ചും പറയാണ് കേട്ടോ. അപ്പോൾ ദ ബസ് ഈസ് ആംഗ്രി. ബസ് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ്. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറും അതുപോലെ തന്നെ ദേഷ്യത്തിലാണ് കേട്ടോ. വൈ ഈസ് ദ ബസ് ആംഗ്രി? എന്തുകൊണ്ടാണ് ബസ് ആംഗ്രി ആയിട്ട് നിൽക്കുന്നത്? അപ്പോൾ നമുക്ക് മുകളിൽ നേരത്തെ പറഞ്ഞ് അതേ ആൻസർ തന്നെ എഴുതാം. ദ ഹോൺ ഫെൽ ഡൗൺ. കാർ എന്തുകൊണ്ടാണ് ആംഗ്രി ആയിട്ട് നിൽക്കുന്നത്? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിൽ എന്താ കാണിക്കുന്നത്? പോലീസ് ഓഫീസർ പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ബസ്സിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ബസ് എന്ത് പറയും? ഐ ആം സോറി സാർ. അപ്പോൾ അതുപോലെ തന്നെ ഓഫീസർ എന്ത് പറയും? കാറിനോടും പറയും ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. നിൻ്റെയും കൂടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയും. അപ്പോൾ കാറും എന്ത് പറയും? സോറി സാർ എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്കിനി താഴെ ക്വസ്റ്റ്യൻ വരുന്നത്? ഹു മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്? ആരാണ് റോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? ബോത്ത് അല്ലേ, രണ്ടുപേരും. വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്നാണ് രണ്ടുപേരോടും പറഞ്ഞിട്ടുള്ളത് അല്ലേ. അങ്ങനെ നെക്സ്റ്റ് പേജിൽ എന്താ വരുന്നത്? മക്കൾ നോക്കിക്കേ. ഇതാ ഒരു മങ്കി ബസ്സിൻ്റെ ഹോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഹിയർ ഈസ് യുവർ ഹോൺ. എങ്ങനെ പറഞ്ഞു? ഹിയർ ഈസ് യുവർ ഹോൺ. നിൻ്റെ ഹോണ് ഇതാന്ന് പറഞ്ഞിട്ട് ഹോൺ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ താഴെ വരുന്നത് നോക്കിക്കേ. മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഹൂ ഹെൽപ്സ് ദ ബസ്? ആരാണ് ബസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മങ്കി. യെസ്, മങ്കിയാണ് അല്ലേ. ഹൂ ഹെൽപ്സ് ദ കാർ? ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അത് നെക്സ്റ്റ് പേജിലുണ്ട്. ആരാണ്? കൗ അല്ലേ. കൗ അല്ലേ, പശു അല്ലേ. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ഇതാ നിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കൗ. അപ്പോൾ എന്തായി? ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് കാർ ആർ ഹാപ്പി. ഹോണും റെഡിയായി, ലൈറ്റും റെഡിയായി, ബസ്സും കാറും ഹാപ്പിയായി അല്ലേ. അപ്പോൾ എന്താണ്? രണ്ടുപേരും ഓഫീസറോട് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ സാർ എന്താണ് പറയുന്നത്? പോലീസ് ഓഫീസർ എന്താണ് പറയുന്നത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഒരിക്കലും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ അവരെന്ത് പറയും? ബായ് പറഞ്ഞുകൊണ്ട് പോവാണ്. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ?
ഇനി അവർ ഫാസ്റ്റിൽ പോവോ, സ്പീഡിൽ പോവോ? എന്താ മക്കൾ പറഞ്ഞ്? ഇല്ല അല്ലേ? ഇനി ഒരിക്കലും അവർ സ്പീഡിൽ പോകൂല എന്നല്ലേ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ വെച്ച് അങ്ങനെ കഴിയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ചെറിയൊരു സോങ് ഉണ്ട് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണേ. അപ്പം അതും കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. പച്ച നിറത്തിലുള്ള മരങ്ങളോട് പറയാണ്, നിങ്ങൾ ഭയങ്കര നൈസായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഐ ആം സോ ഹാപ്പി, എനിക്ക് നല്ല സന്തോഷമാണ് ടു സീ യു ഓൾ, നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ എന്ന്. അതുപോലെ തന്നെ പറയാണ് നെക്സ്റ്റ് ലൈൻ എന്താണ്? ബ്ലൂ ബേർഡ്സ്. എന്താണ്? നീല നിറത്തിലുള്ള പക്ഷികളെ കണ്ടോ? അവരോട് പറയാണ് യു ആർ സോ നൈസ്, നിങ്ങൾ നല്ല ഭംഗിയുണ്ട്, നൈസാണ്. ഐ ആം സോ ഹാപ്പി, ഞാൻ വളരെ ഹാപ്പിയാണ് ടു സീ യു ഓൾ, നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ എന്ന്. അപ്പം എന്താണ് ഈ പാട്ട്, ഈ സോങ് എന്താണെന്നൂടെ പാടി നോക്കിയാലോ? ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. Blue birds, you are so nice, I am so happy to see you all. അപ്പം നമുക്ക് നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് കാണാം കേട്ടോ. ബൈ മക്കളെ.